ഭൂമിശാസ്ത്രപരമായി കേരളത്തിൻ്റെ കേന്ദ്രം ഏതാണെന്ന് ഉറപ്പിച്ച് പറയുവാൻ അറിയില്ലെങ്കിലും സാംസ്കാരികമായി കേരളത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ചേന്ദമംഗലം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുവാൻ കഴിയും. അത്തരത്തിലുള്ള ഈ ചേന്ദമംഗലത്ത് സെറിബ്രം 25 എന്ന പേരിൽ ചെസ്സും കിസ്സും ഉൾപ്പെടുന്ന ഈ പരിപാടി നടത്തുവാൻ സാധിക്കുന്നത് കാലത്തിൻ്റെ നിയോഗമായിട്ടാണ് ഞങ്ങൾ പുലരി റെസിഡൻസ് അസോസിയേഷൻ കണക്കാക്കുന്നത്. കൂടാതെ സ്വന്തം പ്രയത്നത്തിലൂടെ അദ്ദേഹം ഇന്ത്യൻ റവന്യൂ സർവീസും നേടിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം ശ്രീ മൊയ്തീനയില ഇന്നൊരു പക്ഷേ അദ്ദേഹത്തിന്റെ സമയം നമുക്ക് നിമിഷങ്ങൾക്ക് എത്തിച്ചേരും. പുലരി റെസിഡൻസ് അസോസിയേഷന്റെ പേരിലും ഇവിടെ കുടിച്ച നവമംഗലത്തുള്ള ചെസ് കളിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കും പൊതുവെ ഞങ്ങളുടെ അംഗങ്ങളിൽ ആർബിറ്റർമാരുടെ കുറെ നമ്പറുകൾ എടുത്ത് ഞാൻ ആര് വേണം എന്ന് സ്വീകരിച്ച് അങ്ങനെ യൂനസ് സാറിനെ വിളിച്ചൊരു ടൂർണമെന്റ് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ചോദിക്കുന്നത് നമുക്ക് മറ്റൊരു ടീച്ചറുടെ പേര് ഫോൺ നമ്പർ തന്നത് അത് വിളിച്ചപ്പോഴും പല ഭാഗങ്ങളിലും യാത്ര ചെയ്ത് കൃത്യസമയത്തിന് മുമ്പ് എട്ട് തുടങ്ങിയ എല്ലാ മത്സരാർത്ഥികൾക്കും അവരെ കുട്ടികളെ കൊണ്ടുവന്ന പാരന്റ്സിനും വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും രക്ഷകർത്താക്കളെയും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒത്തിരി അനുഭവമുള്ള വലിയ ഓർമ്മകൾ ഒത്തിരി അധ്യാപകരുടെയും നല്ല വിദ്യാഭ്യാസത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് തന്നെ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള പലവരും എത്തിച്ചേർന്നിട്ടുള്ള ചേന്ദമംഗലത്തുകാരനായിരുന്നു. അപ്പോൾ ഒരു സർക്കാർ സ്കൂളിനെ ഒന്നും ഇതിലുള്ള ഉന്നത നിലവാരം പുലർത്തുന്ന കുട്ടികളായി മാറിക്കൊണ്ടിരിക്കാൻ നൽകുവാനുള്ളത് പ്രത്യേകിച്ച് ആ ഒരു സമൂഹം അടുത്ത ഒരു തലം ചെസ്സും കിസ്സും എനിക്കൊരു കിസ് നഷ്ടപ്പെട്ടു. ഈ ചെസ് രണ്ടും കൂടെ ഒന്നിച്ചു വെച്ചതുകൊണ്ട് ആയിരിക്കും. അപ്പൊ രണ്ട് ബുദ്ധിയുള്ള ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ചെസ്സാണ് എന്റെ ഇഷ്ടമെങ്കിലും വലിയൊരു ചെസ് ഒരാളെ കൈപൊക്കി ആണ് ചോദ്യം ഉള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ചോദിച്ചത് ആ ടീച്ചർ ആ ക്വസ്റ്റ്യൻ തരും. ആരെങ്കിലും രണ്ട് മലയാളികളൊരു ചോദ്യം അറിയാവോ? സ്വന്തം അവരവരുടെ എന്റെ പോസ്റ്റ് ഓഫീസ് എനിക്ക് എല്ലാവർക്കും അറിയാവോ? അങ്ങനെ പ്രധാനമായിട്ട് പഠിക്കണം. ഏതാണ് നമ്മളുടെ ഡിവിഷൻ ഏതാണ്? ഇതൊക്കെ ആദ്യമായിട്ട് പഠിക്കേണ്ടതാണ്. എല്ലാവരും പഠിക്കേണ്ടത് ഹിസ്റ്ററി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അല്ല, ഇതിൽ കയറാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു പരിപാടിയാണ് ചെസ്സും കിസ്സും. മറ്റു സ്ഥലത്തൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഡാൻസുകൾ കൊണ്ട് നിർത്തുന്നു. നല്ല അവസരം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീറാം ഭരത്, എൻ്റെ ഏറ്റവും ആദരിക്കുന്ന ഈ പ്രദേശവുമായി അങ്ങേയറ്റം ആത്മബന്ധമുള്ള എനിക്കും എൻ്റെ ഗുരുനാഥനുമായ പ്രൊഫസർ KN ഭരത് സാറിൻ്റെ മകൻ, ഇവിടെ സ്വാഗതമറിയില്ല ഇതിൻ്റെ സംഘാടകനായ ശ്രീ അനിൽകുമാർ രവീന്ദ്രൻ, ശ്രീ യൂനസ്, ശ്രീമതി സുമം, ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾ, ഇന്ന് ഈ മത്സരത്തിൽ ആവേശപൂർവ്വം പങ്കെടുക്കുവാനും സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി മത്സരബുദ്ധിയോടുകൂടി പങ്കെടുക്കുവാനെത്തിയിട്ടുള്ള യുവ ചെസ്സർ. But I used to say to each and every function that I believe in the religion of sports. This can bring the humankind under one umbrella, irrespective of caste, creed, nation, gender, color, etc. ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന നമ്മുടെ ഒത്തിരി ചെസ് താരങ്ങളുണ്ട്. വിശ്വനാഥൻ ആനന്ദ് എന്ന് പറയുമ്പോൾ ചെസ് ഏതാണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെയാണ് അതിന്റെ ഉത്ഭവം എന്ന് വേണ്ടി നമുക്ക് പറയാൻ സാധിക്കും. അതോളം അഗാധമായ അടിത്തറയും ബന്ധവും ഉള്ളതാണ്.
ക്വിസ് മാസ്റ്റർ ആവാൻ സാധിച്ചതിനുള്ള സന്തോഷം ആദ്യമായിട്ട് നടത്തുന്ന ഈ മത്സരം നമ്മുടെ കേരളപ്പിറവിക്ക് ശേഷമുള്ള കേരളത്തിന്റെ എല്ലാ സുമം ടീച്ചറാണ്. കൊടുങ്ങല്ലൂർ പനങ്ങാട് ശാന്തിപുരം സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപികയാണ് ടീച്ചറെ. നിയമാവലികൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളണം. നിയമാവലികൾ കേട്ടോ, കേൾക്കൂലേ? ഉഷാറായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കേട്ടോളണം. പിന്നീട് തർക്കങ്ങൾക്ക് ഇട വരുത്തരുത്. നിങ്ങൾക്ക് തെറ്റുപറ്റാനും പാടില്ല. ഏറ്റവും നല്ല രീതിയിൽ മത്സരിക്കണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് നിയമാവലി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നിയമാവലി നിങ്ങൾക്ക് വേണ്ടി പറയാൻ ടീച്ചറെ ക്ഷണിക്കുന്നു. നമുക്ക് ആകെ 5 റൗണ്ടുകളാണുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ആദ്യം നറുക്കിടും. ഇപ്പൊ നമ്മള് ഏത് ടീമില് 1, 2 അങ്ങനെ നമ്പേഴ്സ് കിട്ടും. നമുക്ക് നറുക്കിട്ടോ ഇല്ലല്ലോ, നറുക്കിടുന്നതായിരിക്കും.